ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഇൻഫർമേഷൻ ആണ്. അപ്പം നമ്മുടെ രേണുസുതി ആവട്ടെ, നമ്മുടെ ഷാജി ആവട്ടെ, കുറേ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഭയങ്കര തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്ക് രണ്ടുപേർക്കും വരുന്നത് കുറേ നെഗറ്റീവ് കമൻസ് ആണ്. ഉറപ്പാണ്, അവർ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നെഗറ്റീവ് വരും, ഉറപ്പാണ്. പക്ഷെ അവർക്ക് മോസ്റ്റ് എല്ലാ വീഡിയോസിനും തന്നെ ഭയങ്കര നെഗറ്റീവാണ്. ഭർത്താവ് മരിച്ചിട്ട് ഒരു സ്ത്രീ ജീവിക്കുന്നു, അതിജീവിക്കുന്നു എന്നൊന്നും ആരും. ഞാൻ ഒരിക്കലും സമൂഹത്തിൻ്റെ കൂടെയല്ല കേട്ടോ. ഞാൻ എപ്പോഴും രേണുവിൻ്റെയും അതുപോലെ ഷാജിയുടെ ഒക്കെ കൂടെയാണ്. അവരെന്തും ആയിക്കോട്ടെ, അവരെന്തും പറഞ്ഞോട്ടെ. പക്ഷെ അവർ എന്തൊക്കെ പറഞ്ഞാലും അവരൊരു ഭർത്താവില്ലാത്ത ലൈഫിൽ നിന്ന് സ്ട്രഗിൾ ചെയ്ത് അവർ കുട്ടികളെ നോക്കി അതിജീവിച്ച് വരുന്ന സ്ത്രീകളാണ്. അതിലും എത്രയോ മോശപ്പെട്ട സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കുറേ സ്ത്രീകൾ മക്കളെ കൊല്ലുന്നു, മക്കളെ ഉപേക്ഷിക്കുന്നു, അവർ അങ്ങനെ പോകുന്നു. അല്ലാതെ തന്നെ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയതിനു ശേഷം സ്വന്തം ജീവൻ തന്നെ കളയുന്നു. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് ഭർത്താവ് ഉപേക്ഷിച്ചിട്ടും അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് സ്വന്തം ജീവിതവും മക്കളെയും സ്ട്രഗിൾ ചെയ്ത് അവർ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് അവർ മരിച്ചില്ല, അവരുടെ മക്കളെ ഒന്നും ചെയ്തില്ല, മക്കളെ ഉപേക്ഷിച്ചില്ല. അതിന് പകരം അവർ ആ മക്കളെ ചേർത്ത് നിർത്തിയിട്ട് അവർ ജീവിക്കുകയാണ്. രേണുസുതി ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഭിനയിക്കാനായിക്കോട്ടെ, ആള് നല്ലൊരു പ്രൊഫഷനാണ്. അല്ലാതെ ആളൊരു മോശം പ്രവൃത്തികളോ വൃത്തികേടോ ഒന്നും നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നവരെ നമ്മൾ കമൻസ് ഇട്ട് വേദനിപ്പിക്കരുത്, അല്ലെങ്കിൽ അവരെ അടിച്ച് താഴ്ത്തരുത്. അവരെ ഒന്നും ഒരിക്കലും ഒരു ഇതിലേക്ക് തള്ളിയിടാതെ നോക്കലാണ് നമ്മുടെ ഏറ്റവും വലിയതെന്ന് പറയുന്നത്. അവർ എത്ര മോശം ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പം ആ സ്ത്രീ അല്ലെങ്കിലും മരിക്കുകയാണെങ്കിൽ സ്വന്തം ജീവൻ കളയായിരുന്നെങ്കിൽ അവരുടെ ഭാഗത്തറിഞ്ഞ് എല്ലാവരും നിൽക്കത്തുള്ളൂ. കുറേ കമൻസ് വന്നേനെ, പാവം അവർ ജീവിക്കാൻ പറ്റിയില്ല, അവരെ കൊന്നവർക്ക് ശിക്ഷ കൊടുക്കണം, അങ്ങനെ കുറേ കമൻസ് വന്നേനെ. അതിലുപരി അവരെന്താക്കി, അവർ ജീവിച്ചതുകൊണ്ടാണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും അവർക്ക് ഇതുവരെ ഒരു നെഗറ്റീവ് കമൻസ് ഇട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുപോലെ നെഗറ്റീവായിട്ട് എനിക്കൊന്നും അവരുടെ അടുത്ത് തോന്നിയിട്ടില്ല. പക്ഷേ അങ്ങനെ തോന്നുന്നു ചിലവർക്ക്. അതുപോലെ ഇന്ന് ഞാനൊരു റീല് കണ്ടപ്പോഴത്തേക്കിനും ഒരു കുട്ടി അവളുടെ ഡിവോഴ്സ് സെലിബ്രേറ്റ് ചെയ്യാണ്. കേക്കൊക്കെ മുറിച്ചിട്ട് അവളുടെ ഫോട്ടോസൊക്കെ നശിപ്പിച്ചിട്ട് അവൾ ഡിവോഴ്സ് സെലിബ്രേറ്റ് ചെയ്യാണ്. ആദ്യമായിട്ട് എനിക്ക് കണ്ടപ്പോഴത്തേക്കിനും തോന്നിയ കാര്യം, അതിനകത്ത് നെഗറ്റീവ് കമൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നത്, എങ്ങനെയൊക്കെ ചെയ്യാവോ, നീയൊക്കെ എത്രത്തിലുള്ള ആളായോണ്ടാണ് ഡിവോഴ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് മോശം കമൻസ് ഞാൻ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമുക്കത് മനസ്സിലാവില്ല. അവരുടെ ജീവിതത്തിൽ അവർ ആ ഡിവോഴ്സ് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ അവരത്രത്തോളം ആ മാരേജ് ലൈഫിനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. അവരതുപോലെ ആ മാരേജ് ലൈഫ് വേണ്ട, അതിനകത്തൊന്നും. ഞാൻ ആദ്യമൊക്കെ പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇതുപോലത്തെ ഡിവോഴ്സ് സെലിബ്രേഷനൊക്കെ കാണുമ്പോൾ എന്ത് തരം ആൾക്കാരാണ്, എങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ജീവിതത്തിൽ, ഞാനന്ന് ചെറുതായിരുന്നു, ജീവിതത്തിലോട്ട് കടന്നപ്പോഴാണ് എനിക്കും അത് മനസ്സിലായത്. അവരുടെ ജീവിതം എല്ലാവരുടെയും ജീവിതം സെയിം അല്ല. അവരതിനകത്തുനിന്ന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് അതിനകത്തുനിന്ന് രക്ഷപ്പെടണം എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവസാനം അവരതിനകത്തുനിന്ന് മോചിതരായപ്പോഴാണ് അവരത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അവരൊരിക്കലും ജീവൻ കളയുന്നില്ല. അവർ അതിനകത്തുനിന്ന് മോചിതരായി അവർ അടിപൊളിയായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും തളർത്തരുത്. വീട്ടുകാരാവട്ടെ നാട്ടുകാരാവട്ടെ, ഒരിക്കലും നമ്മൾ തളർത്തരുത്. അവർ നമ്മൾ കൂടെ നിർത്തണം. അതുപോലെ അവർക്ക് വേണ്ട മെൻ്റൽ ഹെൽത്തും അതുപോലെ എല്ലാം നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യണം. അല്ലാണ്ട് അവരൊരിക്കലും നമ്മൾ തളർത്തിക്കളയരുത് കേട്ടോ. ചിലപ്പോൾ അവരുടെ വിഷമം കൊണ്ടായിരിക്കാം, അവരുടെ ഇതുകൊണ്ടായിരിക്കാം അവർ നമ്മൾ പറയുന്നതൊന്നും അവർ മൈൻഡ് ചെയ്യാത്തവർ പിന്നെയും പോയിട്ട് ചൊറിഞ്ഞിട്ടാണ് ആൾക്കാർ കമൻ്റ് ഇടുന്നത്. നോർമലി ഇടുന്ന നമുക്ക് വരെ നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എത്ര നെഗറ്റീവ് കമൻറ്റ്സ്. അവരുടെ മെൻ്റലായിട്ട് അവരെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരിക്കും. അത് അവർ പറയുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അതൊന്നുമല്ല കാര്യം. അവർ മരിക്കാതെ അല്ലെങ്കിൽ അവരുടെ ജീവൻ കളയാതെ അവരുടെ സ്വന്തം മക്കളെയും കൂട്ടിയിട്ട് അവർ ജീവിക്കുകയാണ്. അപ്പം നമ്മൾ അവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, നമ്മളത് ബോധർ ചെയ്യുന്നില്ല. നമ്മൾ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ട് അവരെ ജീവിതത്തിൽ നിന്ന് നശിപ്പിച്ച് കളയാതെ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഗൈസ്. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക.